വെൽക്കം ടു ബേക്ക് ഷോപ്പ് ക്രിയേഷൻസ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഫാസ്റ്റായിട്ടും ഈസി ആയിട്ടും ക്വിക്കായിട്ടും ഒരു കേക്ക് ഫിനിഷ് ചെയ്യുന്നുള്ളതാണ്. അതിന് ഏകദേശം ഞാനൊരു 12 വർഷമായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് നിങ്ങളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇതൊരു ട്രേഡ് സീക്രട്ട് കേട്ടോ, പുട്ടി ബ്ലേഡ്. അപ്പം ഞാൻ ഇത്രയും വർഷമായിട്ടും ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് കേക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടി പുട്ടി ബ്ലേഡ്. അപ്പം നിങ്ങൾക്ക് ഈസി ആയിട്ടും ഫാസ്റ്റായിട്ടും പുട്ടി ബ്ലേഡ് വെച്ച് നിങ്ങൾക്ക് കേക്ക് ഫിനിഷ് ചെയ്യാൻ സാധിക്കും. അപ്പം നമ്മളിന്ന് ചെയ്യുന്ന റെസിപ്പി ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചെയ്ത വീഡിയോസിൻ്റെ തന്നെയാണ്. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ഐസിങ്ങും ഗണാഷ് ഐസിങ്ങും അതുപോലെ തന്നെ സ്പോഞ്ചും നമ്മൾ 2 വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് സെപ്പറേറ്റ്. അപ്പം അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ലെറ്റ്സ് ഗോ ടു ദി ബേക്ക് ഷോപ്പ്. ഈ കേക്കിലാണ് നമ്മൾ കേക്ക് ഐസിങ് എങ്ങനെയാണ് ചെയ്യുന്നത് പഠിക്കുന്നത്. ഈ കേക്കിനെ കുറിച്ച് ഉള്ള കൂടുതൽ വീഡിയോ കാണാൻ വേണ്ടി നിങ്ങൾക്ക് നമ്മുടെ ചാനൽ നോക്കിയാൽ മതി. കൂടുതൽ വീഡിയോസ് ഈ കേക്ക് എങ്ങനെ ഉണ്ടാക്കിയെന്നുള്ളതുകൊണ്ട്. ഇപ്പോൾ ഞാൻ ആദ്യമേ ഉപയോഗിക്കുന്നത് കേക്ക് റിംഗ് കട്ടർ വെച്ചാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. ഈക്വലായിട്ട് നമുക്കത് കട്ട് ചെയ്ത് മാറ്റാം. ഇപ്പോൾ നിങ്ങൾക്കൊരു സംശയം വരും, ഈ സൈഡിലുള്ള ആ ബാലൻസ് എന്ത് ചെയ്യുന്നുള്ളത്. അതും നമ്മൾ യൂസ്ഫുള്ളായിട്ട് തന്നെ ഉപയോഗിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസിൽ ചെക്ക് ചെയ്താൽ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് കാണാൻ നല്ല ഈക്വൽ ലെയറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നമ്മുടെ സ്പോഞ്ച്. അപ്പം ആദ്യമേ തന്നെ അതിൻ്റെ ടോപ്പ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുക. അതെങ്ങനെ ചെയ്യുന്നതിനുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഐസ് ചെയ്ത് കഴിയുമ്പോഴത്തേന് 2 കേക്കും അതുപോലെ തന്നെ ക്രീമുമായിട്ട് സ്റ്റിക്ക് ചെയ്യാൻ എളുപ്പമാണ്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗണാഷിൻ്റെ റെസിപ്പി വേണമെങ്കിൽ നമ്മുടെ വീഡിയോസിൽ തന്നെ ചെക്ക് ചെയ്താൽ മതി. നല്ല ഈക്വലായിട്ട് ടോപ്പ് സൈഡ് എല്ലാം ലെവലാക്കി എടുക്കാം. ഒരു പ്രത്യേകതയുണ്ട്, നമ്മുടെ ഈ റെസിപ്പിയിൽ ഞാൻ ഷുഗർ സിറപ്പ് ഉപയോഗിക്കുന്നില്ല. അതിന് കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പോഞ്ച് അത്രയ്ക്കും സോഫ്റ്റാണ്, അത്രയ്ക്കും വെറ്റാണ്. അതുകൊണ്ടാണ് അങ്ങനെ യൂസ് ചെയ്യാത്തത്. ഇനി നമുക്ക് നമ്മുടെ പൈപ്പിംഗ് ബാഗിലോട്ട് നമുക്ക് ഗണാഷ് ഫില്ല് ചെയ്യാം. ഗണാഷ് ഫില്ല് ചെയ്ത് ഈക്വലായിട്ട് സെൻറ്ററിൽ കൂടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് ഫുള്ളായിട്ട് നമുക്ക് പൈപ്പ് ചെയ്യാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഈക്വലായിട്ട് ഇരിക്കും കേട്ടോ. അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത്. അപ്പം രണ്ടാമത്തെ ലെയറും വെച്ച് ഇതേപോലെ തന്നെ പൈപ്പ് ചെയ്ത് ലെവൽ ചെയ്യുക. ഇനിയാണ് നമ്മൾ ചെയ്യാനുള്ള ഇമ്പോർട്ടൻ്റ് കാര്യം. നമ്മൾ 3ാമത്തെ ലെയർ വെച്ച് കഴിഞ്ഞ് നമ്മൾ ചെറുതായിട്ട് ക്രം കോട്ട് ചെയ്യും. അപ്പോൾ കുറച്ച് ഗണാഷ് മുകളിൽ പൈപ്പ് ചെയ്തിട്ട് സൈഡും എല്ലാം ആ ചെറിയ ചെറിയ ക്രംസ് കാണുന്നത് ഒഴിവാകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അതിൻ്റെ സൈഡെല്ലാം നല്ലോണം പാലറ്റ് നൈഫ് വെച്ച് വടിച്ച് ക്ലീൻ ആക്കി എടുക്കുക. ഇങ്ങനെ ക്ലീൻ ചെയ്യുന്നതിലൂടെ നമുക്ക് ചോക്ലേറ്റ് ഐസിങ്, ഒരു ഐസിങ് കൂടെ നമ്മൾ ചെയ്യും. അപ്പം അന്നേരം കൃത്യമായിട്ട് നമ്മുടെ ചോക്ലേറ്റ് പിടിക്കാനും അതുപോലെ തന്നെ ലംസ് ഒന്നും ഇല്ലാതിരിക്കാനുമാണ് നമ്മൾ ഈ ക്രം കോട്ട് ചെയ്യുന്നത്. ക്രം കോട്ട് ചെയ്തതിന് ശേഷം നമുക്കൊരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷമാണ് അടുത്ത ഐസിങ് ചെയ്യാൻ പാടുള്ളൂ. ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന പുട്ടി ബ്ലേഡ്. പുട്ടി ബ്ലേഡ് നിങ്ങൾ കണ്ടില്ല ഞാൻ എങ്ങനെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഈസി ആയിട്ട് ഉപയോഗിക്കാൻ കേട്ടോ പുട്ടി ബ്ലേഡ് ആണെങ്കിൽ. ഇതാണ്. ഇനി നമുക്ക് താഴേന്ന് മുകളിലോട്ട് നമുക്ക് പൈപ്പ് ചെയ്യാം. താഴേന്ന് മുകളിലോട്ട് പൈപ്പ് ചെയ്യുന്നത് വെച്ചാൽ എല്ലാ ഭാഗവും ഈക്വൽ ആവാൻ വേണ്ടി കേട്ടോ. അപ്പം അത് ഭയങ്കരമായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ ക്രം കോട്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്ന പൈപ്പിങ് നമ്മുടെ ഗണാഷ് ഹോൾഡ് ചെയ്യാൻ വേണ്ടി ഒത്തിരി സപ്പോർട്ട് ചെയ്യും നമ്മളെ. അപ്പോൾ അങ്ങനെ സപ്പോർട്ട് ചെയ്യുമ്പോഴത്തേന് ഫിനിഷ് ചെയ്യുമ്പോഴത്തേന് എല്ലായിടത്തും ഗണാഷ് ഈക്വലായിട്ട് കവർ ചെയ്യാൻ പറ്റും നമുക്ക്. ഇപ്പം സൈഡ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മുടെ മുകളിലും ഇതേപോലെ തന്നെ പൈപ്പ് ചെയ്യാം. ഇനി നമ്മുടെ പാലറ്റ് നൈഫ് കൊണ്ട് മുകളിൽ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് വിട്ടാൽ മതി കേട്ടോ. വേറെ ഒന്നും ചെയ്യണം, ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് വിട്ടാൽ മതി. ഒത്തിരി ഡിസൈനൊന്നും കൊടുക്കാൻ പോകണ്ട. ഇപ്പോൾ ഫിനിഷിങ് കാര്യം നോക്കണ്ട. അതുപോലെ തന്നെ നമ്മുടെ പുട്ടി ബ്ലേഡ് വെച്ച് സൈഡും ക്ലീൻ ചെയ്യുക. എന്നിട്ട് മുകളിൽ വരുന്ന ആ ചെറിയ എക്സസ് ഉള്ളത് മാത്രം ഒന്ന് പഠിച്ചിങ്ങെടുക്കുക. അതിനുശേഷം വീണ്ടും നമ്മളൊരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുക. ഇനി നമുക്ക് സീവീഡ്, അതായത് കടൽപ്പുറ്റ് എങ്ങനെയാണ് ഉണ്ടാകുന്നതാണ് നമ്മൾ നോക്കുന്നത്. വേറെ ഒന്നുമില്ല, ഒരു ഐസ് ക്യൂബ് ഒരു പാത്രത്തിലിടുക, ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യുക, എന്നിട്ട് ഐസ് ക്യൂബിൻ്റെ അകത്ത് ഒഴിക്കുക. ഞാനിപ്പോൾ കേക്ക് കട്ടർ ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു കൃത്യം ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് കേക്ക് കട്ടർ ഉപയോഗിക്കുന്നത്. കേക്ക് കട്ടർ ഇല്ലാത്തവർക്ക് അതിൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് അതിൻ്റെ മുകളിൽ പൈപ്പ് ചെയ്ത് കൊടുക്കുക. ചോക്ലേറ്റ് സെറ്റ് ആകുമ്പോൾ എടുത്ത് മാറ്റുക. ഞാൻ രണ്ടാമതൊരു ലെയർ കൂടെ കൊടുക്കുന്നുണ്ട് അതിൻ്റെ മുകളിൽ. അത് ആ ബേസ് ഒന്ന് സ്ട്രോങ് ആവാനാണ് കേട്ടോ. 2 പ്രാവശ്യമായിട്ടാണ് നമ്മൾ ചോക്ലേറ്റ് ഒഴിച്ചത്. ഇനി ഇത് നല്ലോണം ഒന്ന് സെറ്റായി കഴിയുമ്പോൾ ഐസിൽ നിന്ന് എടുത്ത് മാറ്റുക. എന്നിട്ട് പുറത്ത് വെച്ച് മെൽറ്റ് ചെയ്യിച്ചാൽ മതി. ഉണ്ട് ചോക്ലേറ്റ് ഇതുപോലെ മെൽറ്റ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ എമർജൻസി ഉണ്ടെങ്കിൽ ഇതുപോലെ എടുക്കാം, പക്ഷേ പൊട്ടിപ്പോവും, നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ അതുകൊണ്ട് മെൽറ്റ് ചെയ്തെടുക്കുന്നതാണ് നല്ലത്.
ഇനി നമുക്ക് വെള്ളമൊക്കെ പോയി ഇപ്പോൾ ഏകദേശം നല്ല ഡ്രൈ ആയി തുടങ്ങി. പക്ഷേ കുറച്ച് വെള്ളം അതിൻ്റെ അകത്ത് കാണും. അതൊന്ന് കവർ ചെയ്യാൻ വേണ്ടി കൊക്കോ പൗഡർ മുകളിൽ ചെറുതായിട്ട് ഡസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഡസ്റ്റ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേന് ഇതൊക്കെ അങ്ങ് മാറും, ആ വെള്ളത്തിൻ്റെ അംശമൊക്കെ അങ്ങ് മാറും. അപ്പോൾ ചോക്ലേറ്റ് സ്റ്റേബിളായിട്ട് കുറേ കാലം ഇരിക്കും. അപ്പം ഇത് നമുക്ക് കേക്കിൻ്റെ മുകളിൽ വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ അരമണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കണ്ടോ, ഇപ്പോൾ ഈ മുകൾ ഭാഗം ഫിനിഷ് ചെയ്യാം പാലറ്റ് നൈഫ് വെച്ച്. അതാണ് ഞാൻ പറഞ്ഞത് ഒത്തിരി ഫിനിഷ് ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞത്. സ്റ്റാർ ടിപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഗണാഷ് ഫില്ല് ചെയ്ത് നമുക്ക് പൈപ്പ് ചെയ്യാം. അത് ഇഷ്ടമുള്ള ഡിസൈൻ ചെയ്യാം കേട്ടോ. ഞാൻ എൻ്റെ ഒരു ശൈലിക്ക് ചെയ്യുന്നുള്ളത്. അപ്പോൾ മുകളിലും ചെയ്യാം, നമുക്ക് താഴെയും ചെയ്യാം. നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ സീവീഡ് നമ്മൾ അതിൻ്റെ മുകളിൽ വെച്ച് അവിടെയും പൈപ്പ് ചെയ്യുക. Now ready to serve. Thank you for creating with me in the bake shop. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും കൂടുതലായിട്ട് ബേക്കിങ്ങിനെ കുറിച്ച് അറിയാനുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് നിങ്ങൾക്ക് സന്ദർശിക്കാം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. See you next time.